അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ 5th സെമസ്റ്ററിനുള്ള നോവൽ ലിറ്ററേച്ചർ ഇൻ അറബിക് എന്ന പേപ്പറിൽ ഖസ്സാൻ കനഫാനിയുടെ റിജാലുൻ ഫി ഷംസ് എന്ന നോവലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററായ അബൂ ഖൈസ് നമ്മൾ ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു. അബൂ ഖൈസ് ഈ നോവലിലെ ഒരു കഥാപാത്രം കൂടിയാണ്. അദ്ദേഹം ഫലസ്തീനിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തും അതുപോലെ സൈത്തൂൻ മരങ്ങളും മറ്റെല്ലാം യഹൂദ കുടിയേറ്റത്തിൽ നഷ്ടപ്പെടുകയും അദ്ദേഹം തൻ്റെ ഭാര്യയോടും മകനോടുമൊപ്പം അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരികയും ചെയ്തു. എങ്കിൽ പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ഒരു നാൾ തിരിച്ചു കിട്ടുമെന്നും ജീവിതം പഴയപടിയാകുമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മറ്റു പലരും പല അറബ് നാടുകളിലേക്കും പലായനം ചെയ്തപ്പോഴും അദ്ദേഹം ഫലസ്തീനിൽ തന്നെ കഴിച്ചുകൂട്ടി. ക്യാമ്പുകളിലായി അങ്ങനെ 10 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം കുവൈത്തിൽ നിന്ന് തിരിച്ചു വന്ന ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട്, ഇങ്ങനെ എത്ര കാലം ജീവിക്കും? താങ്കൾക്കെന്താണ് കുവൈത്തിലേക്ക് പോയാൽ താങ്കളുടെ മകനും കുടുംബത്തിനും നല്ല ഒരു ജീവിതം നൽകാൻ താങ്കൾക്ക് അതുവഴി സാധിക്കുമല്ലോ എന്നൊക്കെ പ്രേരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇറാഖ് വഴി കുവൈത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇറാഖിലെ ഷത്തുൽ അറബ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ കൂടിച്ചേരുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ആൾക്കാരെ കുവൈത്തിലേക്ക് ഒളിച്ചു കടത്തുന്ന ദല്ലാളിനെ സമീപിക്കുകയാണ്, ഏജൻറ്റിനെ സമീപിക്കുകയാണ്. ആ ഏജൻറ്റ് ഇദ്ദേഹത്തോട് 15 ദീനാർ ആവശ്യപ്പെടുകയാണ് കൂലിയായി. എന്നാൽ ഇദ്ദേഹം 10 ദീനാർ മാത്രമേ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയും അതിനെ തുടർന്ന് അദ്ദേഹം അവിടെ തങ്ങുകയുമാണ്. ആ ഒരു രംഗത്താണ് നമ്മൾ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് 2nd ചാപ്റ്ററിൽ അസ്അദ്. ഈ അസ്അദ് എന്നതും ഒരു കഥാപാത്രമാണ് ഈ നോവലിലെ. അദ്ദേഹം അബൂ ഖൈസിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു ഫൈറ്ററാണ്. അദ്ദേഹം യഹൂദികൾക്ക് എതിരായുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ നോട്ടപ്പുള്ളിയാണ് അദ്ദേഹം. ഈ അസ്അദും അബൂ ഖൈസിനെ പോലെ കുവൈത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹവും ഈ ഷത്തുൽ അറബിൽ എത്തിച്ചേരുന്നു. ഇനി നമുക്ക് 2nd ചാപ്റ്റർ വായിച്ചു നോക്കാം. അസ്അദ്. വഖഫ അസ്അദ് അമാമ الرجل السمين صاحب المكتب الذي يتولى تهريب الناس من البصرة إلى الكويت. وقف أسعد أمام الرجل السمين. ആ തടിച്ച ആളുടെ മുന്നിൽ അസ്അദ് നിന്നു. സാഹിബുൽ മക്തബ് അല്ലദീ യതവല്ല തഹ്രീബൻ നാസി. ആ ഓഫീസിൻ്റെ ഉടമയാണ് അദ്ദേഹം. അല്ലദീ യതവല്ല തഹ്രീബൻ നാസി, ജനങ്ങളെ
സ്മഗിൾ ചെയ്യുക, അതായത് ഒളിച്ചു കടത്തുക, കള്ളക്കടത്ത് നടത്തുക, അക്കാര്യം ഏറ്റെടുത്ത അല്ലെങ്കിൽ നിർവഹിക്കുന്ന ഓഫീസിൻ്റെ ഉടമയാണ് ആ തടിച്ച മനുഷ്യൻ. മിനൽ ബസറത്ത് ഇലൽ കുവൈത്ത്, ഇറാഖി പട്ടണമായ ബസറയിൽ നിന്നും കുവൈത്തിലേക്ക് ജനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ ഒളിച്ചു കടത്തുവാൻ. അങ്ങനെ അസദ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. സുമ്മ ഇംഫജറ, പിന്നെ അദ്ദേഹം പറഞ്ഞു. ഇംഫജറ എന്ന് പറഞ്ഞെങ്കിൽ ബേസ്റ്റ് ഔട്ട്, പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. എന്താണ്? 15 ദീനാനൻ സഅദ്ഫഉഹാ ലക് ലാ ബഅസ് വലാകിൻ ബഅദ അൻ അസില വലൈസ ഖബല ദാലിക ഖത്തു. 15 ദീനാർ ഞാൻ താങ്കൾക്ക് നൽകുകയോ? ലാ ബഅസ്, നോ പ്രോബ്ലം. വലാകിൻ, ബട്ട് ബഅദ അൻ അസില, ആഫ്റ്റർ ഐ റീച്ച് ദർ, ഞാൻ അവിടെ എത്തിയതിന് ശേഷം, കുവൈത്തിൽ എത്തിയതിന് ശേഷം 15 ദീനാർ നിങ്ങൾക്ക് തരും. വലൈസ ഖബല ദാലിക ഖത്തു, ബിഫോർ ദാറ്റ് നോ, അതിന് മുമ്പായിട്ട് നൽകില്ല. ഹദഖ ഇലൈഹി റജുലു, അപ്പോൾ കള്ളക്കടത്തുകാരൻ നോക്കി. ഹദഖ ഇല മീൻസ് ടു സ്റ്റെയർ, തുറിച്ചു നോക്കുക. മിൻ വറാഇ ജഫ്നൈഹി അസ്സമീനൈനി, അദ്ദേഹത്തിൻ്റെ കൺപോടകൾക്ക് പിന്നിൽ നിന്ന് അദ്ദേഹം നോക്കി എന്നാണെങ്കിൽ തുറിച്ചു നോക്കി. ജഫീനാണ്, ജഫീനൈഹി എന്നായിരിക്കും. ജഫീനൈഹി സമീനൈനി, ആ തടിച്ച കൺപോളകൾക്ക് പിന്നിൽ നിന്ന്. വസഅല ബി ബലാഹത്തിൻ, എന്നിട്ട് അദ്ദേഹം എന്താണ്, കെയർലെസ് ആയിട്ട്, ബി ബലാഹത്തിൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ ചോദിച്ചു. ലിമാദ, എന്തുകൊണ്ട്? ലിമാദ, എന്തുകൊണ്ടെന്നോ? ഹാ ലി അന്ന ദലീൽ അല്ലദീ സതുർസിലൂനഹു മഅന, കാരണം നിങ്ങൾ ഞങ്ങളോടൊപ്പം അയക്കുന്ന ആ ഗൈഡ് ഉണ്ടല്ലോ, ഞങ്ങളെ കുവൈത്തിൽ എത്തിച്ചു തരാൻ ഉള്ള ആ ഏജൻറ്റ്, ഗൈഡ്, സൗഫ യഹ്റുബു, അദ്ദേഹം ഓടിപ്പോയേക്കാം. ഹറബ യഹ്റുബു, ഓടിപ്പോവുക. ഖബല അൻ നസില ഇലാ മുൻതസിഫി തരീഖ്, ഞങ്ങളുടെ പകുതി വഴിയിലെത്തുന്നതിന് മുമ്പായി. മുൻതസിഫ് എന്നുണ്ടെങ്കിൽ നടു, പകുതി എന്നൊക്കെയാണ് അർത്ഥം. 15 ദീനാർ, 15 ദീനാർ, ലാ ബഅസ്, പ്രശ്നമില്ല. വലാകിൻ ലൈസ ഖബല അൻ നസില, പക്ഷേ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പല്ല. തവർ റജുലു ഔറാഖൻ സഫ്ര അമാമഹു വ ഖാല ബിലുഅ്മിൻ. തവർ റജുലു ഔറാഖൻ സഫ്ര, അദ്ദേഹം അവിടെയുള്ള മഞ്ഞ കടലാസുകൾ മടക്കി. തവ മീൻസ് മടക്കുക. അമാമഹു, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള. വഖാല ബിലുഅ്മിൻ, എന്നിട്ട് നിന്ദ്യമായി അദ്ദേഹം പറഞ്ഞു. അന ലാ ഉജ്ബിറുക അലാ അയ്യി ഷൈഇൻ, ഐ ആം നോട്ട് ഫോഴ്സിങ് യു ഫോർ എനിത്തിങ്. അന ലാ ഉജ്ബിറുക, ഐ ആം നോട്ട് ഫോഴ്സിങ്. മാദാ തഅനി, വാട്ട് ഡു യു മീൻ? അഅനി അന്നഹു ഇദാ ലം തുഅ്ജിബുക ശുറൂതനാ ഫബിവുസ്ഇക അൻ തസ്തദീർ. അഅനി, ഐ മീൻ അന്നഹു ഇദാ ലം തുഅ്ജിബുക ശുറൂതനാ, if you are not happy with our conditions, فبوسعك you can أن تستدير, turn around. എന്നുവെച്ചാൽ എൻ്റെ നിബന്ധനകൾ, ഷർത്തൊന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, തിരിഞ്ഞു പോകാമെന്നർത്ഥം. വതഖ്തു സലാസ ഖതവാത്തിൻ, 3 സ്റ്റെപ്പ് മുന്നോട്ട് പോവുക. വസതജിദു നഫ്സക ഫി തരീഖ്, യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ ദി വേ. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു 3 സ്റ്റെപ്പ് പിറകോട്ട് പോയാൽ നിങ്ങൾക്ക് റോഡിലെത്താം.
വേഗം വിട്ടോ എന്ന് പറഞ്ഞു. അത്തരീഖ് വഴിയോ, അതൂജതു ബഅദു തുറുഖു അതൂജതു ബഅദു തുറുഖുൻ ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ ഇനിയും വഴികളുണ്ടോ? അലം യംസഹ്ഹാ ബിജബീനിഹി വയഗ്സിലുഹാ ബിഅറഖിഹി, ആ വഴികളെല്ലാം മാഞ്ഞുപോയില്ലേ? ആ വഴികളെല്ലാം വിയർപ്പിൽ കുളിച്ചുപോയില്ലേ എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള ധാരാളം മനുഷ്യർ കഷ്ടപ്പെട്ട് സഞ്ചരിച്ച വഴികൾ, ആ വഴികൾ ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന് അദ്ദേഹം അതിശയപ്പെടുകയാണ്. തിവാല അയ്യാമിൻ വ അയ്യാമിൻ, ദീർഘമായ ഈ നാളുകൾ കഴിയുന്തോറും ഈ പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരുടെ നെറ്റിത്തടങ്ങൾ തട്ടിയും വിയർപ്പിൽ കുളിച്ചും ഒക്കെ ആ റോഡുകളൊക്കെ മാഞ്ഞു പോയില്ലേ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കുല്ലുഹും യഖൂലൂന ദാലിക, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. സതജിദു നഫ്സക അല ത്വരീഖ്, അതെ, നിനക്ക് നിന്റെ വഴി എന്ന് ആണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അസ്അദ് നിരാശ പ്രകടിപ്പിക്കുകയാണ്. ഖാല ലഹു അബുൽ അബ്ദ് അല്ലദീ ഹർറബഹു മിനൽ ഉർദുൻ ഇലൽ ഇറാഖ്, ഇതേ കാര്യം തന്നെയായിരുന്നു അബുൽ അബ്ദ് എന്ന് പറഞ്ഞ മനുഷ്യൻ അസ്അദിനോട് പറഞ്ഞിരുന്നത്. ആ അബുൽ അബ്ദ് അല്ലദീ ഹർറബഹു മിനൽ ഉർദുൻ ഇലൽ ഇറാഖ്, ജോർദാനിൽ നിന്ന് ഇറാഖിലേക്ക് അദ്ദേഹത്തെ ഒളിച്ചു കടത്തിയ ആളാണ്. ഹർറബ യുഹർരിബു തഹ്രീബ്, മാ അലൈക ഇല്ലാ അൻ തദൂറ ഹൗലൽ H4. അതെ, താങ്കൾ ആ H4 ചുറ്റും, അൽ H4 എന്ന് പറഞ്ഞെങ്കിൽ അതൊരു റൗണ്ട് അബൌട്ടാണ്, ഒരു ടേണിങ്, ഒരു ജംഗ്ഷനാണ് H4. ആ H4 ചുറ്റും ഒന്ന് കറങ്ങുകയേ വേണ്ടൂ എന്ന് അബുൽ അബ്ദ് മുമ്പൊരിക്കൽ അസ്അദിനോട് പറഞ്ഞിട്ടുണ്ട്. ലാ ബഅസ അൻ തദ്രിബ ഖലീലൻ ഇല ദാഖിൽ, പ്രശ്നമില്ല. അൻ തദ്രിബ ഖലീലൻ ഇല ദാഖിൽ, കുറച്ച് ഉള്ളോട്ട് പോകേണ്ടി വരുമായിരിക്കും. ലറബ എന്ന് പറഞ്ഞെങ്കിൽ പോവുക എന്ന, കാലടിച്ച് മുന്നോട്ട് പോവുക എന്നർത്ഥം. അന്ത മാസിൽത ഫതൻ, യു ആർ സ്റ്റിൽ എ യങ് ബോയ്. വബിബുസ്ഇക, യു ക്യാൻ, നിനക്ക് കഴിയും. അൻ തതഹമ്മല ഖലീലൻ മിനൽ ഖൈളി, കുറച്ചൊക്കെ വെയില് സഹിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള യുവാവാണല്ലോ നീ. സുമ്മ ഉദ്, പിന്നെ നീ തിരിച്ചു വരിക. വസതജിദുനി ബി ഇന്തിളാരിക അല ത്വരീഖ്, അപ്പോൾ നിനക്ക് കാണാം എന്നെ. യു ക്യാൻ ഫൈൻഡ് മീ ബി ഇന്തിളാരിക, വെയിറ്റിംഗ് യു, അല ത്വരീഖ്, വഴിയിൽ നിന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാം. അപ്പോൾ അസ്അദ് ഇറാഖിലെത്തുന്നതിന് മുമ്പ് ജോർദാനിൽ നിന്ന് ഇറാഖിലേക്ക് ഒളിച്ചു കിടക്കുന്ന ആ രംഗമാണ് ഇവിടെ ഓർമ്മിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ജോർദാനിൽ നിന്ന് ഇറാഖിലേക്ക് കടത്തിയ മനുഷ്യനാണ് അബുൽ അബ്ദ്. ഈ അബുൽ അബ്ദ് ഈ ബോർഡർ പോയിൻറ്റ്സ്, അതിർത്തി ചെക്ക് പോസ്റ്റിൽ ഇദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഇനി നിങ്ങൾ ഒറ്റക്ക് വഴിമാറി മരുഭൂമിയിലൂടെ ചെക്ക് പോസ്റ്റ് ഒഴിവാക്കി അപ്പുറം ഇറാഖിലേക്ക് പ്രവേശിച്ചോളൂ, ഞാൻ ഹൈവേയിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആ രംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്.